വാർത്താരംഭം ആദ്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വാർത്തയിലേക്കാണ്. കേരളത്തിൽ കടുത്ത ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് ഉഷ്ണതരംഗം. സംസ്ഥാനത്ത് ITIകൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 41 ഡിഗ്രിയിലേറെ ചൂട് ഉയർന്ന പാലക്കാട് ഓറഞ്ച് അലർട്ടാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 5 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരും എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത്യുഷ്ണത്തെ തുടർന്നാണ് പാലക്കാടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കളക്ടർ തന്നെയാണ് ഈ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആദ്യം കളക്ടറിന്റെ വാക്കുകളിലേക്ക്. അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ്. മെയ് 2 വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ്. അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ്. ട്യൂഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ, സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് 2 വരെ നിർത്തിവെക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. വിനേഷ്, ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് പാലക്കാട്ടെ ജനങ്ങൾ ആണ്. കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. ആളുകൾക്ക് പുറത്തുപോലും ഇറങ്ങാനാകാത്ത സാഹചര്യം. ഇപ്പോഴിതാ 9 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ പോലും വിനേഷ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വ്യക്തമാണ് എത്രത്തോളം ചൂടുണ്ട് എന്നത്. ആളുകൾ എത്രത്തോളം ദുരിതത്തിലാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ നേരിടുന്നത്? അഭിലാഷ്, അത്യുഷ്ണത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാലക്കാടുള്ളത്. രാത്രിയിൽ പോലും 30 ഡിഗ്രിക്ക് മുകൾ ആണ് ചൂടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ആളുകൾ KSEBയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്. KSEBയിൽ പോയി അന്തി ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോലും ആളുകൾ എത്തുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയും. എന്തായാലും പാലക്കാടിൻ്റെ അവസ്ഥ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. രാത്രികളിലും അതുപോലെ തന്നെ പകലും, രാത്രികളിൽ തെരുവിൽ അന്തി ഉറങ്ങുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് കാണാം. വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അന്തി ഉറങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് എന്തായാലും പാലക്കാട് പോയിട്ടുള്ളത്. പാലക്കാട് രാവിലെ തന്നെ നമുക്കറിയാം, രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ ചൂട് അനുഭവപ്പെടും. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ശക്തമായ ഇടമഴ ലഭിച്ചില്ലെങ്കിൽ, ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പാലക്കാടിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. വലിയ ചൂട് തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെയും മറ്റുമാണ് ഇത്തരത്തിൽ ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ ഈ ചൂടത്ത് പണിയെടുക്കുന്നത്? എന്താ ബുദ്ധിമുട്ടെന്ന്, ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഓവർ ഇടങ്ങേറ്. പിന്നെ നമുക്ക് ഒരു മര തണലൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിന്ന് പോകണം. ബാക്കിയുള്ളവൻ്റെ കാര്യമൊക്കെ ഈ സെൻട്രിങ്ങും വർക്കിൻ്റെയും അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ട്. റോഡിൽ പണിയെടുക്കണതിൻ്റെയും കാര്യങ്ങളും മൊത്തം ബുദ്ധിമുട്ട് തന്നെ. വെള്ളം കുടിക്കുന്നില്ലേ? ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കും. മെയിൻ ഭക്ഷണം ഉണ്ടെങ്കിലും വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. ശരി സാർ. ചൂട് ഭയങ്കര ചൂടാണ്. ഇപ്പം എവിടേക്ക് പോവാ? ക്ലാസ് ഉണ്ടോ? അല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ബസ്സിൽ കൊറിയർ അയക്കാൻ വേണ്ടി വന്നതാണ്. യാത്രകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉച്ച ടൈമിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തായാലും പാലക്കാട്ടെ ആളുകൾ നമുക്കറിയാം എങ്ങനെ ഈ ചൂടിനെ പ്രതിരോധിക്കണം എന്ന് അറിയാതെ കുടുങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം 40 ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് പാലക്കാട് ജില്ലയിൽ ചൂട് അനുഭവപ്പെടുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ ഭയങ്കര പൊരിച്ചലാണ്. കാലാവസ്ഥ മഴയില്ലല്ലോ, ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റാത്ത ചൂടാ. ഏത് ബസ്സിലാണ് നിങ്ങൾ? ജിജോ സിൻസി. ഉച്ച സമയങ്ങളിലൊക്കെ തീ പോലെയാണ്, റോട്ടിൽ നിന്ന് തീ പോലെ വരികയാണ് ചൂട്. ഭയങ്കര ചൂടാണ്. യാത്രക്കാർ കുറവാണോ? യാത്രക്കാർ ഉച്ചത്തെ കാലൊന്നും ഒന്നുമില്ല, ആളെയില്ല. വഴിയിലൊന്നും ആരും കയറാനില്ല.
എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഉച്ച സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഉച്ച സമയത്തൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുപ്പിലെ തീ പാളുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ചൂട് ആ രീതിയിലേക്കാണ് മാറുന്നത്. അതുപോലെ തന്നെ രാത്രികളിൽ ഉറക്കമില്ലായ്മ, കാരണം ആളുകൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് 12 മണിക്ക് 1 മണിക്കൊക്കെ വീണ്ടും ഷവർ തുറന്ന് അതിൻ്റെ മുമ്പിൽ 10-15 മിനിറ്റ് നിന്ന ശേഷം വീണ്ടും പോയി ഉറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ ആളുകൾ ഇങ്ങനെ വെക്കാറുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ മഴ, ഇടമഴ ലഭിക്കുകയാണെങ്കിൽ, വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ഇത് മറികടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും സമയം ഇപ്പോൾ 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചൂട് ആയി വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചൂടായി വരുന്നുണ്ട്. ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് കൂടും. ഒരു 11 മണിക്കും 3 മണിക്കും ഇടയിൽ ചൂട് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ കഴിയും. പാലക്കാട് മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ 3 മുതൽ 4 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്നിട്ടുള്ളത് 5 മുതൽ 5.5 വരെയാണ്. ഇവിടെ ഇനിയും 5.5 സെൽഷ്യസ് വരെയാണ്. ഇവിടെ ഇനിയും താപനില ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് എന്തായാലും പറയുന്നത്. ഇത് ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പാടങ്ങളിലെല്ലാം തന്നെ കൃഷിക്ക് വന്നപ്പോൾ ആളുകൾ കാര്യമായി തന്നെ ഒന്നും പോകാറില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബസ്സിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞ പോലെ തന്നെ, കാരണം ഉച്ച സമയത്തൊന്നും യാത്രക്കാരില്ലാത്തൊരവസ്ഥയിലേക്ക് പാലക്കാട് പോകുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ അന്ന് 3 പേരാണ് കുഴഞ്ഞു വീണത്. സൂര്യാഘാതമേറ്റ് 2 മരണം ഉണ്ടായിരിക്കുന്നു. ഇത് കൂടാതെ നിർജ്ജലീകരണം മൂലം 2 പേരാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മരിച്ചത്. ഒന്ന് അട്ടപ്പാടിയിലും മറ്റൊന്ന് പാലക്കാട് നഗരത്തിലുമായിരുന്നു. ഇത്തരത്തിലുള്ള മരണങ്ങളും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പാലക്കാടിന്റെ അവസ്ഥ അതീവ ദുരിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് എടുത്തു പറയാനുള്ളത്. റൈറ്റ്. അതോടൊപ്പം വിനേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 2 മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആളുകൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ബോധവാന്മാരാണോ? അതായത് വെയിൽ സമയത്ത് അത്യുഷ്ണം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കണം, ജോലിസ്ഥലത്ത് കൃത്യമായി വെള്ളം കരുതണം, കുട്ടികളാണ് എങ്കിൽ കുട ഉപയോഗിക്കണം. ഇപ്പോൾ അവധിയായതുകൊണ്ട് ഒരു പരിധിവരെ ആശ്വാസമുണ്ടെങ്കിലും കുട്ടികളെ ഈ ചൂട് സമയത്ത് പുറത്ത് കളിക്കാൻ വിടരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുണ്ടോ? വിനേഷ് നിൽക്കുന്നതിന് തൊട്ടു പിന്നിൽ ബസ് ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം എന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം വിനേഷ് തുടരാം. എന്തായാലും ഈ ജില്ലാ കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 2 വരെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് മെയ് 2 കഴിഞ്ഞാൽ ഇനിയും അവധി അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നവരെ ആകും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മെയ് 2 എന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസം മാത്രം, ഇന്ന് 30 അതിനിടയിൽ എന്തായാലും മഴ ലഭിക്കുകയാണെങ്കിൽ, നല്ല മഴ ലഭിക്കുകയും ഈ ഒരു താപം വർദ്ധിക്കുന്നത്, അതായത് ഉഷ്ണം വർദ്ധിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരികയോ അല്ലെങ്കിൽ താഴോട്ട് പോവുകയോ ചെയ്താൽ മാത്രമായിരിക്കും ഈ 2-ാം തീയതി വരെ 2-ാം തീയതിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതിനാൽ തന്നെ ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ഇത് തുടരും. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ ഇപ്പോഴും ബസ്സിലൊക്കെ കയറാനുള്ള ആളുകളും മറ്റും ജോലിക്ക് പോകാൻ വരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച 9 മണിക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശക്തമായ വെയിൽ തന്നെയായിരിക്കും ഇവിടെ. എന്തായാലും ആ സമയങ്ങളിൽ ആളുകൾക്ക് ഇപ്പം അല്പസമയം മുമ്പ് നമ്മളോട് ഒരു കണ്ടക്ടർ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഈ ഉച്ച സമയത്തൊന്നും ആളുകൾ ഉണ്ടാവില്ല, ഉച്ച സമയത്ത് ബസ്സുകളിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ അത്രത്തോളം ചൂടാണ്. AC വാഹനങ്ങൾ, AC ബസ്സുകളൊക്കെ കുറവാണ്. നമുക്കറിയാം, ലോ ഫ്ലോർ AC ബസ്സുകൾ ലോങ് സർവീസ് വളരെ അപൂർവമായി മാത്രമാണ് പാലക്കാട് നടത്തുന്നത്. ട്രെയിനിന്റെ അവസ്ഥ അത് തന്നെയാണ്. ട്രെയിനിൽ ആളുകൾ കുറവാണ്. AC മാത്രം കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ, AC ഇല്ലെങ്കിൽ പാലക്കാട് നിന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഇതിങ്ങനെ തുടരുകയും ഇനിയും കൂടുതൽ താപനില ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്. റൈറ്റ്. എന്തായാലും കേരളം ഒന്നടങ്കം ചുട്ടുപൊള്ളുന്ന സാഹചര്യമാണുള്ളത്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാനാകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവധി സമയമാണെങ്കിൽ പോലും വേനൽക്കാല പഠന ക്ലാസ്സുകളും ഒക്കെ പലരും നടത്തുന്നുണ്ട്. അവിടേക്കടക്കം കുട്ടികളെ ഉൾപ്പെടെ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യം കൂടിയാണ്. ഇങ്ങനെയാണ് പൊതു സാഹചര്യമെങ്കിൽ ഇപ്പോൾ